ഗുഡ് മോർണിംഗ് ഓൾ. നമ്മള് അങ്ങനെ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ് എന്നുള്ള പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിന്റെ ആ വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്തു, എക്സ്പെക്ടേഷൻ വാല്യൂസ് കൊണ്ടു, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ചെയ്തു അല്ലെ. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ. നമ്മൾ നേരത്തെ പഠിച്ചത് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ ആയിരുന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് സൈഡിലും പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആയിരുന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിൽ അല്ലെങ്കിൽ നല്ല ആഴത്തിൽ എന്ന് പറയാം. അതൊരു ബോക്സ് ആണല്ലോ. അപ്പൊ അതിന്റെ വാൾസ് ഭയങ്കര ഇൻഫിനിറ്റ്ലി ഹൈ ആയിരുന്നു. അപ്പൊ ഒരിക്കലും ആ പാർട്ടിക്കിളിന് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല അല്ലെ. അതുപോലെ ആ പാർട്ടിക്കിളിന് അകത്ത് ആ ബോക്സിനകത്ത് അതിന്റെ പൊട്ടൻഷ്യൽ സീറോ ആയിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാല് നമ്മളിപ്പോ നേരത്തെ ഒരു ബോക്സ് അല്ലെ, ഈ രീതിയിൽ ഒരു ബോക്സ് അല്ലെ, എന്നിട്ട് ഇതിന്റെ ഇവിടെ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി എന്നല്ലേ പറഞ്ഞത്. ഇനി അങ്ങനെയല്ല, ഇവിടെ ഫൈനൈറ്റ് ആണ് ഹൈറ്റ് അല്ലെ, ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ പൊട്ടൻഷ്യൽ എത്രയാണ്? വി ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ വി ആണ്. ഇതിനകത്ത് വീണ്ടും ഒരു പാർട്ടിക്കിൾ കാട്ടിയിട്ടുണ്ട്. ഇതിന്റെ പൊട്ടൻഷ്യൽ ഇവിടെ അകത്ത് പൊട്ടൻഷ്യൽ സീറോ ആണ്. ഇനി ഇതാണ് പാർട്ടിക്കിൾ, ഇതിന്റെ എനർജി ഇ ആണ്. എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ വി. ഓക്കെ, എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ വി. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഇതിന്റെ ലെങ്ത് 0 to L ആണ്. വ്യക്തമാണല്ലോ, ക്ലിയർ ആണല്ലോ. ഈ പാർട്ടിക്കിൾ ഉണ്ട്, ഈ ബോക്സിനകത്ത് പൊട്ടൻഷ്യൽ സീറോ ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ വി ആണ്, ഇവിടെയും പൊട്ടൻഷ്യൽ വി ആണ്. ഇതൊരു ചുമരാണെന്ന് എഴുതിയത്. ഓക്കെ, വൺ ഡയമെൻഷണൽ. ഇനി ഈ ബോക്സിന്റെ ലെങ്ത് 0 to L തന്നെയാണ് വേരി ചെയ്യുന്നത്. ഇതിനകത്തൊരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിളിന്റെ എനർജി ഇ ഉണ്ടല്ലോ, അത് വിന്റെ അത്ര വരുന്നില്ല. ഇ ലെസ് ദാൻ വി ആണ്. ഇ ലെസ് ദാൻ വി ആയതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കിളിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യത ഇല്ല. മനസ്സിലായോ? അത്തരത്തിലുള്ള ഒരു കേസിനാണ് നമ്മൾ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് 3 റീജിയൻ ഉണ്ട് അല്ലെ. ഇത് ഫസ്റ്റ് റീജിയൻ, ഇത് സെക്കൻഡ് റീജിയൻ, തേർഡ് റീജിയൻ അല്ലെ. ഇതും ശരിക്കും എന്താ പറയുക, വാൾസ് എന്ന് പറയാം, ചുമരുകൾ എന്ന് പറയാം. അതിന്റെ രണ്ടിന്റെയും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആവും. ഓക്കെ, അതുപോലെ ഇത് വേറെ, ഇതൊരു എം ടി സ്പേസ് ആണ് കരുതുക. ഓക്കെ, അപ്പൊ ഇതിന് വേറെ ഇതാവും. ഇനി ഈ റീജിയനിൽ ഇതിന്റെ വേവ് ഫംഗ്ഷൻ ψ1 ആണ് കരുതുക. ഇതിനകത്ത് ഇതിന്റെ വേവ് ഫംഗ്ഷൻ ψ2 ആണ് കരുതുക. ഇതിനകത്ത് വേവ് ഫംഗ്ഷൻ ψ3 ആണ് കരുതുക. ഓക്കെ, ഇനി നമ്മൾ ഇത്തരം ഒരു പാർട്ടിക്കിളിന്റെ കേസിൽ അതിന്റെ വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം നമ്മൾ ഇത്തരത്തിലൊരു ബോക്സിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഈ ചുമര് തുളച്ച് പോകാൻ കഴിയില്ല അല്ലെ. ചുമരിന്റെ അപ്പുറത്ത് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി 0 ആണ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെ. നമ്മളൊരു റൂമിനകത്ത് അകപ്പെട്ടു വരുക, ആ റൂമിന്റെ എല്ലാ സൈഡിൽ നിന്നും ലോക്ക് ചെയ്താൽ നമ്മൾ പുറത്തേക്ക് കടക്കുക എന്നുള്ളത് അസാധ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് കയറി പറ്റാൻ പറ്റാത്തൊരു ഉയരുള്ള ചുമരുകളാണ് കരുതുക അല്ലെ. ആ ചുമര് ചാടി കിടക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനത്തെ റൂഫ് ഓപ്പൺ ആയിട്ടുള്ള ഒരു വെല്ലിനകത്ത് നമ്മൾ പെട്ടു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ ചുമര് തുളച്ചു പോകാനുള്ള സാധ്യത ഇല്ല അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇനി ക്വാണ്ടം മെക്കാനിക്കലി അത് പോസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഡിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതണം കേട്ടോ അതിനകത്ത്, ടെക്സ്റ്റ് റെഫർ ചെയ്യാം. ഇനി നമുക്ക് ഓരോ റീജിയനിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എന്താ? ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ d² ψ by dx² plus 2m/h² into e minus v psi equal to 0 എന്നല്ലേ അല്ലെ. ഇനി ഓരോ റീജിയൻ അപ്ലൈ ചെയ്യാം. ആദ്യം റീജിയൻ 1 നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം. സെയിം ഇക്വേഷൻ. റീജിയൻ 1 വേവ് ഫംഗ്ഷൻ എന്താണ്? ψ1 ആണ്. പൊട്ടൻഷ്യൽ എന്താണ്? വി ആണ്. പൊട്ടൻഷ്യൽ വി ആണ്, പൊട്ടൻഷ്യൽ 0 അല്ല അല്ലെ. അതുകൊണ്ട് d² ψ1 അല്ലെ റീജിയനിൽ വേവ് ഫംഗ്ഷൻ, dx² plus 2m/h² into e minus v psi equal to 0 ψ1 അല്ലെ. ഈ റീജിയനിൽ വേവ് ഫംഗ്ഷൻ ψ1 ആണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതിനകത്ത് ഇ മൈനസ് വി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ. ഇ ലെസ് ദാൻ വി ആണ്. റീജിയൻ 1-നകത്ത് ഈ പാർട്ടിക്കിളിന്റെ എനർജി ഈസ് ലെസ് ദാൻ ദിസ് പൊട്ടൻഷ്യൽ. അതുകൊണ്ട് ഇ മൈനസ് വി എന്താവും? നെഗറ്റീവ് ആവും അല്ലെ.
ഇ മൈനസ് വി ഈസ് നെഗറ്റീവ്, അല്ലെങ്കിൽ ഇ മൈനസ് വി ഈസ് ലെസ് ദാൻ 0 എന്ന് പറയാം അല്ലെ. ഇ മൈനസ് വി ലെസ് ദാൻ 0 എന്ന് പറയാം, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അത് പോസിറ്റീവ് ആക്കിയിട്ടേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആക്കാൻ വേണ്ടി ചെറിയൊരു റീഅറേഞ്ച്മെന്റ് വരുത്താം. എന്താണ് റീഅറേഞ്ച്മെന്റ്? ഡി സ്ക്വയർ സൈ 1 ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇ സൈ 1 ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഒരു കുഴപ്പമില്ല, ഇക്വേഷൻ സെയിം അല്ലേ. പക്ഷെ എന്തുണ്ടായി? 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇ എന്ന് പറഞ്ഞ ഈ ടേം എന്തായി? അത് പോസിറ്റീവ് ആവുകയും ചെയ്യും അല്ലേ. അപ്പൊ നമ്മുടെ ഉദ്ദേശം നടന്നു അല്ലേ. ഇനി പ്രൊസീഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് എന്താ ചെയ്യാ? ഈ ക്വാണ്ടിറ്റിക്ക് വരെ നമ്മൾ കെ സ്ക്വയർ ഇട്ട് കൊടുക്കുക, ഡി ബൈ ഡി എക്സിന് വരെ നമ്മൾ ക്യാപിറ്റൽ ഡി ഇട്ട് കൊടുക്കുക. അത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ ക്യാപിറ്റൽ ഡി ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പഠിച്ചൊരു മെത്തേഡ് എന്നുള്ളവർക്ക് ഡി ബൈ ഡി എക്സിന് വരെ ക്യാപിറ്റൽ ഡി ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും? ഡി സ്ക്വയർ എന്നല്ലേ വരിക അല്ലെ. ഡി ബൈ ഡി എക്സ് വരെ ഡി എടുത്താൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഡി സ്ക്വയർ എന്ന് വരും. ഡി സ്ക്വയർ സൈ 1 മൈനസ് അതിന്റെ അടുത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ മറന്നു ഇല്ലേ. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? എന്താണ്? പുട്ട് k1 സ്ക്വയർ ഈക്വൽ ടു 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇ. 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇ വരെ നമ്മൾ k1 സ്ക്വയർ കൊടുത്തു. നമ്മൾ 1 ഡയമെൻഷണൽ ബോക്സിൽ k സ്ക്വയർ ഈക്വൽ ടു 2m ഇ ബൈ എച്ച് ക്രോസ് സ്ക്വയർ കൊടുത്തില്ലേ, അതുപോലെ ഇവിടെ വി മൈനസ് ഇ ഉണ്ട്, ഒരു അഡീഷണൽ ടേം ഉണ്ട് കേട്ടോ. ഇനി അപ്പൊ നമുക്ക് എന്തുണ്ട് ഇക്വേഷൻ? ഡി സ്ക്വയർ സൈ 1 മൈനസ് k1 സ്ക്വയർ സൈ 1 ഈക്വൽ ടു 0 എന്നല്ലിട്ട് അല്ലെ. ഡി സ്ക്വയർ സൈ 1 മൈനസ് ഇതിന് വരെ k1 സ്ക്വയർ ഇൻറ്റു സൈ 1 ഈക്വൽ ടു 0. ഇനി നേരത്തെ പ്രൊസീഡ് ചെയ്ത പോലെ തന്നെ ഡി സ്ക്വയർ മൈനസ് k1 സ്ക്വയർ ഇൻറ്റു സൈ 1 ഈക്വൽ ടു 0. സൈ 1 ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയില്ല, അവിടെ പാർട്ടിക്കിൾ ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഷുവർ ആണെന്ന് ഈ ഇക്വേഷന്റെ ഒരു പ്രോപ്പർട്ടി പ്രകാരം ഡി സ്ക്വയർ മൈനസ് k1 സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഡി സ്ക്വയർ ഈക്വൽ ടു k1 സ്ക്വയർ ആണ്. അപ്പം ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് k1 ആണ്. നിങ്ങൾ 1 ഡയമെൻഷണൽ ബോക്സ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യണം. അവിടെ നമുക്ക് പ്ലസ് ഓർ മൈനസ് k1 എന്ന് കിട്ടി, ഇമാജിനറി കിട്ടി. ഇവിടെ ഇപ്പൊ ശരിക്കും എന്താണ്? റിയൽ റൂട്ട്സ് ആണ് അല്ലെ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇത് ഇങ്ങനത്തെ ഈ രീതിയിലുള്ള സൊല്യൂഷൻ നമുക്ക് റിയൽ റൂട്ട്സ് ആയി കിട്ടി അല്ലെ. പ്ലസ് ഓർ മൈനസ് k1 അല്ലെ, പ്ലസ് ഓർ മൈനസ് ഇല്ല, ഇമാജിനറി അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ഈസ് എന്താണ്? സൈ 1 ഈക്വൽ ടു എന്താ വരിക? സം സി ഇ റൈസ് ടു പ്ലസ് k1x പ്ലസ് ഡി ഇ റൈസ് ടു മൈനസ് k1x. ഇതാണ് ജനറൽ ഫോർമുല. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് വന്നാലുള്ള സൊല്യൂഷൻ എന്താന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്താ വരിക? സി ഇ റൈസ് ടു ഒന്നാമത്തെ സൊല്യൂഷൻ k1 ഇൻറ്റു എക്സ് പ്ലസ് ഡി ഇ റൈസ് ടു രണ്ടാമത്തെ സൊല്യൂഷൻ മൈനസ് k1 x എന്ന് വരും അല്ലെ. ഇതാണ് സൈ 1. തീർന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സൈ 1 എന്ന് പറഞ്ഞത് ഒരു വാലിഡ് വേവ് ഫംഗ്ഷൻ ആക്കണം അല്ലെ. ഒരു വേവ് ഫംഗ്ഷൻ ഷുഡ് ബി വാലിഡ്, ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂ. ഡെറിവേറ്റീവ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂ. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ആസ് എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ദ വേവ് ഫംഗ്ഷൻ ഷുഡ് ടെൻസ് ടു 0 എന്നുള്ളൊരു ഭാഗം കൂടെ ഉണ്ടായിരുന്നു. അത് പ്രകാരം ഈ പാർട്ടിക്കിൾ ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വേരിയേഷൻ 0 ടു മൈനസ് ഇൻഫിനിറ്റി ആണ് അല്ലെ. ഇത് എവിടെ എക്സ് വരുന്നത്? മൈനസ് ഇൻഫിനിറ്റി ഇങ്ങനെ 0യിലേക്കാണ് വരുന്നത് അല്ലെ. അപ്പൊ പാർട്ടിക്കിൾ ഇങ്ങനെ തുളച്ചെങ്ങാനും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോകുന്നത് എങ്ങോട്ടാ? ഇൻഫിനിറ്റിയിലേക്ക്, ഇങ്ങനത്തെ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് അല്ലെ. അതുകൊണ്ടാണ് വേവ് ഫംഗ്ഷൻ വാലിഡ് ആണോ എന്ന് നോക്കൽ നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെ നോക്കുക, ആസ് വേവ് ഫംഗ്ഷന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാണ് അല്ലെ. എന്ന് നോക്കാം, ആസ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ സി ഇ റൈസ് ടു k1x എന്ന് പറഞ്ഞ ടേം എന്താവും? സി ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആവും അല്ലെ. സി ഇ റൈസ് ടു k1x എന്ന് പറഞ്ഞ ടേം സി ഇ റൈസ് ടു k1 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി അല്ലേ. അപ്പൊ എന്താ? സി റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി അല്ലേ, വിച്ച് ടെൻസ് ടു 0. അപ്പൊ ഈ ടേം ഓക്കെയാണ്. ഇനി
de raised to minus k1x as x tends to minus infinity, x minus infinity ആവുന്നതോടുകൂടി എന്താവും, ഇത് de raised to minus അതുപോലെ minus infinity എന്താവും, infinity ആവും, which means it is infinity. അതുകൊണ്ട് de raised to minus k1x എന്ന് പറഞ്ഞ ടേം ആ വാലിഡിറ്റിയെ ചോദ്യം ചെയ്യുന്നു, ആ വേവ് ഫംഗ്ഷന്റെ വാലിഡിറ്റിയെ ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി റിമൂവ്ഡ് അല്ലെ. അതുകൊണ്ട് de raised to minus k1x ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് മീൻസ് വി ആർ ലെഫ്റ്റ് വിത്ത് psi1 equal to c e raised to k1x. ഇതാണ് ആ പാർട്ടിക്കിളിന്റെ റീജിയൻ 1ലുള്ള വേവ് ഫംഗ്ഷൻ. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ അല്ലെ? ക്ലിയർ ആണോ? ഈ ഭാഗം ചെയ്ത് മനസ്സിലായില്ലേ? നമുക്ക് റിയൽ റൂട്ട്സ് കിട്ടി. അപ്പം ഇവിടെ സൊല്യൂഷൻ ഇതാണ്. വൺ ഡയമെൻഷണൽ ബോക്സിൽ അങ്ങനെയല്ലായിരുന്നു അല്ലെ? അവിടെ ഇമാജിനറി റൂട്ട്സ് അപ്പം മാറും. ഈ റൈസ് ടു അൽഫ എക്സ് ഇൻറ്റു എന്നുള്ള ഫോർമാറ്റ് ആവും. ഇതിവിടെ എങ്ങനെയാണ്? ഇനി നമ്മൾ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? വേവ് ഫംഗ്ഷൻ ഷുഡ് ടെൻ ടു 0 അല്ലെ? ഇനി ഇത് മൈനസ് ഇൻഫിനിറ്റി ആയി ഈ ടേം 0 ആവുന്നുണ്ട്, പക്ഷെ ഈ ടേം ഇൻഫിനിറ്റിയിലേക്കാണ് പോകണം. അതുകൊണ്ട് ഈ ടേം പാടില്ല. അതുകൊണ്ട് വി ആർ ലെഫ്റ്റ് വിത്ത് psi1 equal to c e raised to ഇത് വരും k1x എന്ന് വരും അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? റീജിയൻ 2 കാണണം അല്ലെ? എന്താണ് റീജിയൻ 2? റീജിയൻ 2 അടക്കട്ടെ, നമുക്ക് റീജിയൻ 3 കാണാം. ഓക്കെ, റീജിയൻ 2 നമുക്ക് കാണാം. ഇത് കഴിഞ്ഞിട്ട് കാണാം. ഫോർ റീജിയൻ 3 d square psi 3 by dx square plus 2m by h cross square into e minus v psi 3 equal to 0 എന്നല്ലേ? ഇനി ഈ കേസിലും e less than v ആണ് അല്ലെ? സിൻസ് e minus v is less than 0, therefore we make the necessary rearrangements. എന്താണ്? d square psi 3 by dx square minus 2m by h cross square into v minus e psi 3 equal to 0 എന്ന് കൊടുക്കാം. നേരത്തെ കൊടുത്ത അതേ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ്? പുട്ട് k1 square equal to എന്ന് പറഞ്ഞാൽ ഞാൻ k1 square തന്നെ എടുത്തത്. ശരിക്കും k എന്ന് പറയുന്നത് ഇതിന്റെ നമ്മൾ ഒപ്റ്റിക്സിൽ വേവ് നമ്പർ ഒക്കെ പോലെയുള്ള സംഭവം. k എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മീഡിയം. ആ മീഡിയത്തിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ഇവിടെയും ഇവിടെയുള്ള മെറ്റീരിയൽ സെയിം ആണെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും k1 ഇവിടെയും k1 എടുത്തത് കേട്ടോ. ഞാൻ k1 square equal to 2m by h cross square into v minus e psi 3 എന്നെടുത്തു അല്ലെ? 2m by h cross square into v minus e എടുത്തു, k1 square എന്ന് വരും അല്ലെ? ഇനി എന്ത് ചെയ്യാം? നേരത്തെ പോലെ തന്നെ പ്രൊസീഡ് ചെയ്യാം. എന്താ? d by dx എന്ന് പറയും ക്യാപിറ്റൽ D. അപ്പം d square psi 3 minus k1 square psi 3 equal to 0 എന്നല്ലേ കിട്ടുക അല്ലെ? അപ്പം d square minus psi k1 square into psi 3 equal to 0 എന്ന് കിട്ടും. That means d square minus k1 square equal to 0 എന്ന് കിട്ടും. d square equal to k1 square, d equal to plus or minus k1. അതേപോലെ തന്നെ കിട്ടിയേ അല്ലേ? അതുകൊണ്ട് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്താവും? therefore psi 3 equal to, ഇനി നമുക്ക് നേരത്തെ സി ഡി അല്ലേ ഉപയോഗിച്ചേ, ഇവിടെ ഡി ഉണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് എഫ് നോക്കാം അല്ലെ? എഫ് ഇ റൈസ് ടു k1x plus g e raised to minus k1x എന്ന് കൊടുക്കാം അല്ലെ? ജനറൽ സൊല്യൂഷൻ അതല്ലേ? f e raised to k1x plus g e raised to minus k1x എന്ന് കൊടുക്കാം അല്ലെ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് സൊല്യൂഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം അല്ലെ? ഇതൊരു വാലിഡ് വേവ് ഫംഗ്ഷൻ ആണോ എന്ന് നോക്കണം. ഇനി നമ്മൾ റൈറ്റ് സൈഡ് ആണ് അല്ലെ? റീജിയൻ 3 ആണ്. ഇവിടെ എക്സിന്റെ വേരിയേഷൻ ഇവിടുന്ന് എൽ നിന്ന് എങ്ങോട്ടാ പോണേ? പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാ
അല്ലെ? ഇവിടെയാണ് 0. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൈനസ് ഇൻഫിനിറ്റി ആയിരുന്നു, ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്താണ് പ്ലസ് ഇൻഫിനിറ്റി ആണ് അല്ലെ? അതുകൊണ്ട് ആസ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി, ഇതിന് 2 ടേം ഉണ്ട് അല്ലെ? എഫ് ഇ റൈസ് ടു k1x എന്താവും? ടെൻസ് ടു f e raised to infinity, which means it tends to infinity അല്ലെ? എക്സിന് പകരം ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താൽ ഇ റൈസ് ടു k1x എന്താവും? ഇ റൈസ് ടു ഇൻഫിനിറ്റി ആവും, അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതുകൊണ്ട് അത് അതിന് പറ്റൂല. ഇനി ഇതോ ജി ഇ റൈസ് ടു മൈനസ് k1x എന്താവും? ടെൻസ് ടു ജി ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി, ടെൻസ് ടു 0. അതുകൊണ്ട് ജി എന്ന് പറഞ്ഞ ടേമേ അതിൽ വാലിഡ് ആയിട്ട് നിൽക്കുള്ളൂ അല്ലെ? Therefore we get psi 3 equal to that ഏതാ വാലിഡ്? ഇത് അല്ലെ? ജി ഇ റൈസ് ടു മൈനസ് k1x എന്ന് കിട്ടും അല്ലെ? അല്ലെ? ഇപ്പൊ നമുക്ക് psi 1 കിട്ടി, psi 3 കിട്ടി. റീജിയൻ 1ന്റെയും റീജിയൻ 3യുടെയും വേവ് ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് റീജിയൻ 2 വേണ്ടുള്ള വേവ് ഫംഗ്ഷൻ ആണ് വേണ്ടത് അല്ലെ? റീജിയൻ 2 നോക്കാം. വേവ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. എന്താണ്? ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ ടൈം ഡിപെൻഡന്റ് ഫോം, സ്റ്റഡി സ്റ്റേറ്റ് ഫോം എന്തായിരുന്നു? ഡി സ്ക്വയർ സൈ 2 ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ h ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി സൈ ഈക്വൽ ടു 0 എന്നായിരുന്നു അല്ലെ? ഇതായിരുന്നു നമ്മുടെ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ സൈ 2 അല്ലെ? ഇനി ഇതിന്റെ കേസിൽ ഈ റീജിയൻ 2 ആണ്, നടുവില് പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡി സ്ക്വയർ സൈ 2 ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2me ബൈ h ക്രോസ് സ്ക്വയർ ഇൻറ്റു സൈ 2 ഈക്വൽ ടു 0 എന്ന് വരും. കാരണം v 0 ആണ് അല്ലെ? ഇനി നമ്മൾ വീണ്ടും ഇവിടെ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലെ? അതിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയും ഇവിടെയുള്ള റീജിയന്റെ പ്രോപ്പർട്ടീസ് സെയിം ആയിരുന്നു അല്ലെ? ഇവിടെ നമ്മള് k1 എന്നെടുത്തേ, ഇവിടെ നമ്മള് k1 എന്നെടുത്തേ. കാരണം ഇത് രണ്ടും വാൾസ് ആണ്, അതിന്റെ മീഡിയം വേറെയാണ്. സെയിം ആണ്, രണ്ടും ഒരേപോലത്തെ മീഡിയം നമ്മൾ വാൻ ചെയ്തത് അല്ലെ? ഇതും ഇതും അല്ലെ? പക്ഷെ ഇതെന്താണ്? എംപ്റ്റി സ്പേസ് ആണ്. ഇതിനകത്ത് നമുക്ക് വേറെ ഒരു വേവ് ഫംഗ്ഷൻ എന്താണ്? k വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ k2 എന്നെടുത്തു അല്ലെ? അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ടിങ് k2 സ്ക്വയർ ഈക്വൽ ടു കൊടുക്കാം 2me ബൈ h ക്രോസ് സ്ക്വയർ എന്ന് കൊടുക്കാം. k2 സ്ക്വയറിന് നമ്മള് 2me ബൈ h ക്രോസ് സ്ക്വയർ എടുക്കാം. അതുപോലെ d ബൈ dx ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ ഡി കൊടുക്കാം അല്ലെ? എന്താ കിട്ടുക? d സ്ക്വയർ സൈ 2 പ്ലസ് k2 സ്ക്വയർ സൈ 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലെ? ഡി സ്ക്വയർ സൈ 2 പ്ലസ് k2 സ്ക്വയർ സൈ 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലെ? അല്ലെങ്കിൽ ഡി സ്ക്വയർ പ്ലസ് k2 സ്ക്വയർ ഇൻറ്റു സൈ 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ഡി സ്ക്വയർ പ്ലസ് k2 സ്ക്വയർ ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് k2 സ്ക്വയർ, അല്ലെങ്കിൽ ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i k2 എന്ന് വീണ്ടും കിട്ടി അല്ലെ? ഇവിടെ വീണ്ടും ഇമാജിനറി ആയി. അങ്ങനെയല്ലേ വരിക? ഇത് മൈനസ് ആവും, അപ്പൊ മൈനസിന്റെ റൂട്ട് എടുത്താൽ i വരും അല്ലെ? പ്ലസ് ഓർ മൈനസ് i k2 എന്ന് വരും അല്ലെ? നമ്മളെ സൊല്യൂഷൻ ഒന്നുകൂടെ റീകോൾ ചെയ്യുക. എന്തായിരുന്നു? ആൽഫ പ്ലസ് ഐ ബീറ്റ എന്നുള്ള ഫോർമാറ്റ് ആണ് സൊല്യൂഷൻ എങ്കിൽ ജനറൽ ഫോർമുല എന്തായിരുന്നു? ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ് ആയിരുന്നു അല്ലെ? അപ്പം ഈ ഒരു കേസിൽ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്നായിരുന്നു അല്ലെ? ഇതിനകത്ത് എന്താണ്? ആൽഫ 0 ആണ് അല്ലെ? ഇതിന് റിയൽ പാർട്ട് ഇല്ല അല്ലെ? അതുകൊണ്ട് ഇവിടെ ആൽഫ ഈക്വൽ ടു 0, ബീറ്റ ഈക്വൽ ടു എത്രയാണ്? k2 അല്ലെ? ആൽഫക്ക് വരെ ഇവിടെ 0 ആണ്, ബീറ്റക്ക് വരെ ഇവിടെ k2 ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇ റൈസ് ടു 0 അപ്പൊ 1 വരും അല്ലെ? Therefore we get psi 2 as എന്താ വരിക? a cos k2x പ്ലസ് b sin k2x എന്ന് വരും അല്ലെ?
ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരുന്നത് അല്ലേ. ഇനി നിങ്ങൾ ഇപ്പൊ കിട്ടിയ 3 വേവ് ഫംഗ്ഷനും ഒരുമിച്ച് ഒന്ന് എടുത്തെഴുതുക അല്ലെ. റീജിയൻ 1ന്റെയും റീജിയൻ 2ന്റെയും റീജിയൻ 3യുടെയും വേവ് ഫംഗ്ഷൻസ് ഒന്ന് എടുത്തെഴുതുക. ഓക്കെ, എന്താണ് റീജിയൻ 1ന്റെ വേവ് ഫംഗ്ഷൻ കിട്ടിയത്? റീജിയൻ 1ന്റേത് psi1 ഈക്വൽ ടു c e raised to k1x ആയിരുന്നു. റീജിയൻ 2ന്റേത് ഇപ്പൊ കിട്ടിയ എന്താണ്? psi2 ഈക്വൽ ടു a cos k2x പ്ലസ് b sin k2x ആണ്. റീജിയൻ 3ന്റെ എന്താ കിട്ടിയേ? psi3 ഈക്വൽ ടു g e raised to minus k1x ആയിരുന്നു അല്ലേ. അങ്ങനെ കിട്ടിയേ g e raised to minus k1x അല്ലേ. ഇനി നോക്കുക, ഇതിന്റെ 3ന്റെയും ഒരു ഗ്രാഫ് ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് അല്ലേ. psi1 equal to c e raised to k1x. That means psi1 is proportional to e raised to k1x എന്ന് പറഞ്ഞു ഇവിടെ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ആൾമോസ്റ്റ് പ്രൊപ്പോർഷണൽ ടു e raised to some x എന്ന് പറഞ്ഞു ഇവിടെ. k1 equal to 1 ആണെന്ന് എഴുതിക്കോ അല്ലെ. psi proportional to e raised to k1x അല്ലെ. ഞാനിപ്പോ k1 തൽക്കാലം 1 ആക്കി എടുക്കണം, അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കാം, e raised to x എന്നുള്ള ഫോമാറ്റിലല്ലേ ഇത് വരുന്നത് അല്ലെ. e raised to x ന്റെ ഗ്രാഫ് എങ്ങനെ വരിക? ഇങ്ങനെ വരിക അല്ലെ. ഇങ്ങനെ ആണല്ലോ. അതായത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയും അല്ലെ. ഇങ്ങനെ ആണല്ലോ ഗ്രാഫ് വരച്ച് എങ്ങനെ വരിക. ഇനി ഇതെന്താണ്? ഒരു സൈനുസോയിഡൽ ഫംഗ്ഷനാണ്. കോസും സൈനും കമ്പൈൻഡ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇങ്ങനെ പറയാം. ഇതല്ലേ സൈനുസോയിഡൽ വേവ് ആണല്ലോ. ഇനി ഇതെന്താണ്? ഇത് പ്രൊപ്പോർഷണൽ ടു e raised to minus x എന്ന് പറയാം അല്ലെ. ഇത് പ്രൊപ്പോർഷണൽ ടു e raised to minus k1x ആ. അപ്പൊ k1 equal to 1 എടുത്തു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു e raised to minus x എന്ന് പറയാം അല്ലെ. നിങ്ങൾ എഴുതണം കേട്ടോ, നിങ്ങൾ ഇതൊക്കെ എഴുതുമ്പോൾ മനസ്സിലാക്കി എഴുതണം, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു e raised to minus x എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. ഇനി ഇതെന്താണ്? e raised to minus x ആ. എക്സ്പോണൻഷ്യൽ ഡീകെ ആണ്, ഗ്രോത്ത് അല്ല അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ പറയാം അല്ലെ. ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് വരുന്നത് ആണല്ലോ. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മള് ഈ ബോക്സിനകത്ത് അകപ്പെട്ട ഒരു പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷനാണ് കാണുന്നത് അല്ലെ. നമ്മൾ എവിടെയാ ശരിക്കും പാർട്ടിക്കിൾ നോക്കണ്ടേ? ഇവിടെ ഈ റീജിയനിലാണ് നമ്മൾ പാർട്ടിക്കിൾ വെച്ചത്. അപ്പൊ അവിടെയല്ലേ നോക്കണ്ടേ? അവിടെ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ psi2 ആ. psi2 വാല്യൂ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി, പക്ഷെ അവിടെ എന്താണ്? വാല്യൂ ഉണ്ട്. psi1 വാല്യൂ ഉണ്ട്, psi3 വാല്യൂ ഉണ്ട്. വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ വേവ് ഫംഗ്ഷൻ? ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ എ പ്ലേസ്. ഈ റീജിയനിൽ psi1 വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ റീജിയനിൽ കണ്ടേക്കാം. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ്. psi3 വാല്യൂ ഉണ്ട്, ഈ റീജിയനിൽ അതിനെ കണ്ടേക്കാം. ദർ ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ദിസ് റീജിയൻ അല്ലെ. ഒരു കിണറിലായപ്പെട്ടിട്ട് ചുമര് തുളച്ച് അകത്ത് കണ്ടേക്കാം എന്നാ പറയുന്നത് അല്ലെ. ക്വാണ്ടം മെക്കാനിക്സ് ആണ്, എന്തും സംഭവിക്കാം കേട്ടോ. അപ്പം അതാണ്. ഇനി വേറൊരു ഭയങ്കര പ്രോപ്പർട്ടി ഉണ്ട് വേവ് ഫംഗ്ഷൻ അല്ലെ. നമ്മൾ ഇവിടെ 3 റീജിയൻ ആക്കി തിരിച്ചെങ്കിലും നമ്മൾ 3 റീജിയനിലും പറയുന്നത് ഒരാളെ കുറിച്ചാണ്, ഒരൊറ്റ പാർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ 3 റീജിയനിലും പറയുന്നത് അല്ലെ. ഈ പാർട്ടിക്കിൾ ഇവിടെ വെച്ചത്, പക്ഷെ ഇത് ഇങ്ങോട്ട് പോയോ അങ്ങോട്ട് പോയോ എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അങ്ങോട്ട് പോയാൽ ഇവിടെ നമുക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടി, ഇവിടെ ഒരു വേവ് ഫംഗ്ഷൻ കിട്ടി. ഈ 3 വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ പാർട്ടിക്കിളിനെയാണ്. ആൻഡ് വി നോ ദാറ്റ് വേവ് ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. ഡെറിവേറ്റീവ് ഓഫ് വേവ് ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. ഉറപ്പല്ലേ? അങ്ങനെയാവണമെങ്കിൽ at x equal to 0 എന്ന് പറഞ്ഞ ഈ ബൗണ്ടറിയിൽ ഇതിന്റെ തൊട്ടിപ്പുറത്ത് ഇതിന്റെ വേവ് ഫംഗ്ഷൻ psi2 ആ. തൊട്ട് ഇവിടെ ഇതിന്റെ വേവ് ഫംഗ്ഷൻ psi1 ആ
അല്ലെ? ഇവിടെ ഈ റീജിയനിൽ psi1 ആണ് വേവ് ഫംഗ്ഷൻ, ഇവിടെ psi2 ആണ് വേവ് ഫംഗ്ഷൻ. ബട്ട് അറ്റ് ദ ബൗണ്ടറി ഇത് എങ്ങനെയെങ്കിലും ഇത് തുളച്ച് കടന്നു കരുതുക. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. ഈ ബൗണ്ടറിയിൽ psi1 ഷുഡ് ബി ഈക്വൽ ടു psi2 അല്ലെ? ഈ റീജിയനിൽ psi2 ആണ്, ഈ റീജിയനിൽ psi1 ആണ്. പക്ഷെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ബൗണ്ടറി കോയിൻസൈഡ് ചെയ്തു. ആ x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റ് psi1 ഉം psi2 ഉം സെയിം ആവണ്ടേ? അപ്പോഴേ കണ്ടിന്യൂസ് ആവുള്ളൂ അല്ലെ? അല്ലാതെ ഇപ്പൊ ഇവിടെ ഒരു പാർട്ടിക്കിൾ വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ വേവ് ഫംഗ്ഷൻ ഇവിടെ അല്ലെ? ഇവിടെ ഇങ്ങനെയെന്ന് പറയാൻ പറ്റില്ല അല്ലെ? ഇവിടെ ഒരു കണ്ടിന്യൂസിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ എങ്ങനെ വരണം? ഇങ്ങനെ വരണം, സ്മൂത്ത് ആയിട്ടാണ് പോകണം അല്ലെ? വിച്ച് മീൻസ് ദിസ് ഷുഡ് സാറ്റിസ്ഫൈ. x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോലെ psi1 ഉം psi2 ഉം സെയിം ആണ്. ആൻഡ് അറ്റ് x ഈക്വൽ ടു L, x ഈക്വൽ ടു L എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാ ഈ പോയിന്റില് ഈ റീജിയനിൽ വേവ് ഫംഗ്ഷൻ psi3 ആണ്, ഈ റീജിയനിൽ വേവ് ഫംഗ്ഷൻ psi2 ആണ് അല്ലെ? റീജിയനിൽ psi2, ഇവിടെ psi3 അല്ലെ? ഇതൊരു സിംഗിൾ പാർട്ടിക്കിൾ ആണ്. ഇവിടുന്ന് ഈ പാർട്ടിക്കിൾ അങ്ങോട്ട് പോവാന്ന് കരുതുക. അത് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോകുന്നില്ല അല്ലെ? ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. അങ്ങനെ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ബൗണ്ടറിയിൽ psi2 ഷുഡ് ബി ഈക്വൽ ടു psi3. അത് നിർബന്ധമാണ് അല്ലെ? വിച്ച് മേക്സ് ദ വേവ് ഫംഗ്ഷൻ ലൈക്ക് ദിസ്. ഏതുപോലെ? ഇതാണ് നമ്മുടെ ബോക്സ് അല്ലെ? ഇതാണ് നമ്മുടെ ബോക്സ് 0 to L. ഇതാണ് റീജിയൻ 1, ഇതാണ് റീജിയൻ 2, ഇതാണ് റീജിയൻ 3 അല്ലെ? ഇനി നമ്മൾ ഗ്രാഫ് വരച്ചു. ഇവിടെ ഗ്രാഫ് എന്താണ്? e⁻². അത് നമുക്ക് നടക്കാണ് പാർട്ടിക്കിളിനെ വെച്ച് അതിനകത്ത് വേവ് ഫംഗ്ഷൻ നോക്കാം അല്ലെ? ആ വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? സൈനുസോയിഡലാണ് അല്ലെ? സൈനുസോയിഡൽ അല്ലേ? എങ്ങനെയല്ലേ സൈനുസോയിഡല്? റീജിയൻ 2 പാർട്ടിക്കിളിന്റെ ബിഹേവിയർ സൈനുസോയിഡലാണ്. ഇനി റീജിയൻ 1 നോക്കാം. റീജിയൻ 1 എന്താണ്? e⁻x എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് അല്ലെ? പക്ഷേ നമുക്കറിയാം ഈ ബൗണ്ടറിയിൽ psi2 ഉം psi1 ഉം സെയിം ആവുകയും വേണം കണ്ടിന്യൂസ് ആവണമെങ്കിൽ അല്ലെ? അതുകൊണ്ട് ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇങ്ങനെ വെക്കണം അല്ലെ? നോക്കാം, ഇത് റീജിയൻ 1 അല്ലേ? റീജിയൻ 1 എങ്ങനെയല്ലേ? ഇത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അല്ലേ? അതിങ്ങനെ പോയി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? ഇതുമൊക്കെ ചേരണം കണ്ടേ? ഇവിടെ അത് വന്നു. ഈ മൂന്നാമത്തെ റീജിയനിൽ എന്താണ്? എക്സ്പോണൻഷ്യൽ ഡീകേ ആണ്. അതുകൊണ്ട് അതെങ്ങനെ വരണം? ഈ പോയിന്റിൽ x ഈക്വൽ ടു L എന്ന് പറഞ്ഞ psi2 ഉം psi3 സെയിം ആവുകയും വേണം ടു ബി കണ്ടിന്യൂസ്. അതുകൊണ്ട് എങ്ങനെ വരും? ഇങ്ങനെ വരും. മനസ്സിലായോ? ഇത് നമുക്ക് ആലോചിച്ചാലും ശരിയാണ്. വേവ് ഫംഗ്ഷൻ ശരിക്കും കാണിക്കുന്നത് എന്താ? പ്രോബബിലിറ്റി. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ? പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലെ? ആംപ്ലിറ്റ്യൂഡ് കൂടിയാൽ കാണാനുള്ള സാധ്യത കൂടും. ഇനി ഇങ്ങോട്ട് നോക്കാം. ഈ പാർട്ടിക്കിൾ ഇവിടെയാണ്, ഇവിടെ കാണാനുള്ള സാധ്യത എങ്ങനെയാണ്? സൈനുസോയിഡലാ. ഇനി ഇതിന്റെ അകത്തേക്ക് കയറിയാൽ ഇവിടെ തൊട്ടടുത്ത് ചുമരിന് ചാരി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് വരുന്നോളും പെനട്രേഷൻ പവർ ഒന്നും ഇല്ലല്ലേ? ഉള്ളിലേക്ക് വരുന്നോറും എന്ത് ചെയ്യും? അത് കുറഞ്ഞു വരും അല്ലെ? അതുപോലെ നമ്മൾ അങ്ങോട്ട് പോയി കരുതുക. അങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ സൈനുസോയിഡലാണ്, അങ്ങോട്ട് പോകുമ്പോൾ തുടക്കത്തിൽ കാണാനുള്ള സാധ്യത കൂടുതലാണ്, പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരും. ബട്ട് there is a probability of finding the particle inside the walls അല്ലെ? ആ പാർട്ടിക്കിളിനെ ചുമര് തുളച്ച് അപ്പുറത്തും ഇപ്പുറത്തും കാണാനുള്ള ഒരു പ്രോബബിലിറ്റി ഈസ് there in quantum mechanics. ഇതൊക്കെ നമ്മൾ പറയുന്നത് മൈക്രോസ്കോപ്പിക് വേൾഡിലാണ്. റിയൽ ലൈഫിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു കിണറ്റ് കൊണ്ടുപോയിട്ടാല് നിങ്ങളത്തെ ഒരു ടൂളില്ലാതെ നിങ്ങൾ മാന്തിയിട്ടൊന്നും അങ്ങോട്ട് പോകുന്നല്ലാതെ അല്ലാതെ നിങ്ങളെ പിന്നെ തുളച്ചു പോകാനുള്ള പവറൊന്നും നമുക്ക് ആർക്കും ഇല്ല അല്ലെ? ഇതൊക്കെ മൈക്രോസ്കോപ്പിക് വേൾഡില് അല്ലെ? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആ രീതിയിലുള്ള ചിന്തിക്കണം അല്ലെ? അങ്ങനെയാണ് എന്ത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ. ഇനി നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് അടുത്ത ക്ലാസ്സിൽ പറയേണ്ടതുണ്ട്. അപ്പൊ അന്ന് കാണാം. താങ്ക് യു ഓൾ.